ഹായ് മുത്തുമണീസ്. അപ്പം എല്ലാവർക്കും PM ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 ലിറ്റർ അളവിൽ പാലെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു 1/4 കപ്പ് പാൽ ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തിനാണ് മാറ്റി വെച്ചതെന്ന് ഞാൻ പിന്നീട് പറയാം കേട്ടോ. ഇനി പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ. അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. പാല് തിളപ്പിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കൈ വെക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പാല് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മളെ പാലൊക്കെ കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി തീയൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനൊരു 7 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടുന്നവരെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി തീയൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ. കസ്റ്റാർഡ് പൗഡർ ഇതുപോലെ നമ്മൾ തിളപ്പിച്ച പാലിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ കട്ട പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ടൊന്നും പിടിച്ചിട്ടില്ല. അപ്പം ഇനി ഇത് നമുക്ക് തിളപ്പിച്ച പാലിലേക്ക് ഇതുപോലെ കുറേശ്ശായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഒന്നായിട്ട് ഒറ്റയടിക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല കേട്ടോ. അപ്പം കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഞാൻ ഇതുപോലെ മുഴുവനായിട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതിവിടെ 2 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇത്ര കുറുകിയാൽ മതി കേട്ടോ. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ പാത്രത്തിൽ തന്നെ വെച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ആ ചൂടിൽ കടന്നിട്ട് ഒന്നും കൂടി അത് കുറുകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഒന്നും കൂടിയും കട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിവിടെ വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളെ റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഫ്രൂട്ട്സുകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഫ്രൂട്ട്സുകൾ ഇടുന്ന സമയത്ത് ഇതിന് തീരെ ചൂടുണ്ടാകാൻ പാടില്ല കേട്ടോ. ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഫ്രൂട്ട്സുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ട് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് തണുത്തപ്പോൾ ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒന്നും കൂടി കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പായ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. റോവസ്റ്റ് പായാണ്. ഒരു റോവസ്റ്റ് പായ എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ അതുപോലെ കുരുല്ലാത്ത കറുത്ത മുന്തിരി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ കുറച്ച് ആപ്പിൾ കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ കുറച്ച് പച്ചമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഇതിലേക്ക് കുറച്ച് ഉറുമാമ്പായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഒരു കപ്പ് ഉറുമാമ്പായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉറുമാമ്പായ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫ്രൂട്ട് കസ്റ്ററിൻ്റെ ഭംഗി വരും കേട്ടോ. കാണാനുള്ള ആ മഞ്ഞ കളറൊക്കെ ചുവപ്പും കൂടി കലരുമ്പോൾ ഒരു വേറൊരു ഭംഗിയായിട്ട് ഇതിന്. ഇനി ഇതിലേക്ക് കുറച്ച് കസ്കസ് കുതിർത്തതും കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഫ്രൂട്ട്സും നട്ട്സൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ മക്കൾക്ക് നട്ട്സൊന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാട്ടോ ഞാൻ നട്ട്സൊന്നും ഇട്ട് കൊടുക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഫ്രൂട്ട് വേണമെങ്കിലും നട്ട്സ് വേണമെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഏതിട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം എടുത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് ഫ്രൂട്ട്സ് കഴിക്കാത്ത മക്കളാണെങ്കിലും ഇനി വലിയവരാണെങ്കിലൊക്കെ ഇത് കഴിക്കൂട്ടോ. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത്രക്കും ടേസ്റ്റ് ആട്ടോ. നല്ല അടിപൊളിയാണ്. പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് ആട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.